വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. പട്ടാമ്പി നഗരസഭയുടെ 2024-25 വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അങ്കണത്തിൽ വച്ചാണ് പട്ടാമ്പി നഗരസഭയുടെ 2024-25 വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി രേഖയാണ് ഇനി നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമുക്ക് നമ്മുടെ പദ്ധതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്രാവശ്യം കൂടുതലായി വെച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾക്കുള്ള വീട് റിപ്പയറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കരട് പദ്ധതി രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം നമുക്കറിയാം, ഇന്ന് നമ്മുടെ പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യമുക്തം എന്നുള്ളത് ഒരു പൂർണ്ണമായും നമുക്ക് നടപ്പാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ഒരു സ്ലോട്ടർ ഹൗസ് കൂടി അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് കൂടി നമ്മളൊരു പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്. വൈശ്വരൻ വിട്ടുപോയതാണ്, അതുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, 3 കാര്യങ്ങളിലാണ് നമ്മൾ പുറകോട്ട് നിന്നത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ. അതിനുകൂടി ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുന്ന പദ്ധതികൾ കൂടി ഇപ്രാവശ്യത്തെ നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അമൃത പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഒരു പരിധിവരെ നമുക്ക് കുടിവെള്ള വിതരണം സുഗമമായ രീതിയിൽ നടത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിൽ ഉൾപ്പെടാത്ത 2-3 വാർഡുകൾ കൂടിയുണ്ട്. ആ വാർഡുകളിലേക്ക് കൂടി വേണ്ടുന്ന ചെറുകിട പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത്. വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകർ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര കുടിവെള്ള പദ്ധതിക്കും ആരോഗ്യ കേന്ദ്രത്തിനും സ്ഥലം സൗജന്യമായി നൽകിയ വ്യക്തികളെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ആദരിച്ചു. ക്ഷണിക്കുന്നു.